ഈ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിനുണ്ടായ തിരിച്ചടിക്ക് കാരണമെന്ന് നമുക്ക് ഒരൊറ്റ കാരണത്തെ എടുത്ത് പറയാൻ പറ്റില്ല. വെള്ളാപ്പള്ളിയുടെ വിദ്വേഷ പ്രചരണം ഉണ്ടാകാം, അതിനെ സംബന്ധിച്ച് CPM-എതിരായിട്ട് വലിയ രീതിയിൽ നടന്ന പ്രൊപ്പഗൻഡയുണ്ട്, തെറ്റിദ്ധാരണാജനകമായ പ്രചാരണമുണ്ട്, അതേപോലെ തന്നെ ശബരിമല പ്രശ്നമുണ്ട്. ശബരിമല പ്രശ്നം ഇപ്പം എന്താണ്, വൈറലായിരിക്കുന്നൊരു പാട്ട് വരികയാണ്. എന്താണ് ആ പാട്ട്? എത്ര വൾഗറായിട്ടുള്ള, എത്ര തെറ്റായിട്ടുള്ള രീതിയിലാണ് ഒരു ജനതയുടെ വിശ്വാസപരമായ അംശങ്ങളെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് CPM-എതിരായിട്ട് വസ്തുതകളുമായി യാതൊരു ബന്ധവുമില്ലാത്ത ഒരാരോപണം ഉന്നയിക്കുന്നത്. അവിടെ നിന്ന് സ്വർണം പോയിട്ടുണ്ട്. ആ സ്വർണ്ണപ്പാളികളുടെ അപഹരണത്തിന് പിറകിൽ ആരാണ് എന്നതിനെ സംബന്ധിച്ച് കൃത്യമായ അന്വേഷണം SIT നടത്തുന്നുണ്ട്. ആ അന്വേഷണത്തിൻ്റെ അടിസ്ഥാനത്തിൽ കുറ്റവാളികളായിരിക്കുന്ന ആളുകളെതിരായിട്ട് നടപടിയെടുത്തിട്ടുണ്ട്. ആ നടപടിയെടുത്ത ആളുകളിൽ 4 പേര് ഈ INTUC-യുമായി കോൺഗ്രസുമായി ബന്ധപ്പെട്ട സംഘടനാ രംഗത്ത് പ്രവർത്തിക്കുന്ന ആളുകളാണ്. അവരിപ്പോൾ ജയിലിലുണ്ട്. ഈ വസ്തുതകളെല്ലാം നിലനിൽക്കുമ്പോൾ എത്ര തെറ്റായ രീതിയിലാണ് പാർട്ടിയുടെ ഒരു ജില്ലാ കമ്മിറ്റി അംഗം, മുൻ MLA, ഇവരെ 2 പേരെ അറസ്റ്റ് ചെയ്തിട്ട് അവരെ അന്വേഷണം പൂർത്തിയാകട്ടെ എന്നിട്ടേ നടപടിയെടുക്കൂ എന്ന് ആവർത്തിച്ച് പറയുന്നത് എന്തുകൊണ്ടാണ്? അവർക്കെതിരെ ഒരു കേസുണ്ട്, അവരെ അറസ്റ്റ് ചെയ്ത് ജയിലിലാക്കിയിട്ടുണ്ട്. അവർക്കെതിരായിട്ടുള്ള തെളിവ് സഹിതമാണ് കോടതിക്ക് മുമ്പിൽ ഹാജരാക്കിയത് ഇതേ സർക്കാരിൻ്റെ അന്വേഷണ സംഘമാണ്. ആ തെളിവ്, ആ പോലീസ് ഹാജരാക്കിയ തെളിവ് പോലും പാർട്ടിക്ക് വിശ്വാസയോഗ്യമല്ല. ഇനി കോടതി ശിക്ഷിച്ചാൽ അവർക്ക് നടപടി എടുക്കുമെന്നാണ്. ആ കാര്യത്തിൽ കൃത്യമായി പറഞ്ഞു കേട്ടോ. കുറ്റപത്രം വരട്ടെ, അന്വേഷണം പൂർത്തിയായിട്ടില്ല. അന്വേഷണം പൂർത്തിയാകുന്ന മുറക്ക് നടപടി സ്വീകരിക്കും. CPM-നെ സംബന്ധിച്ചിടത്തോളം തെറ്റ് ചെയ്യുന്നവരെ പാർട്ടി ഏൽപ്പിച്ച ഉത്തരവാദിത്തത്തെ മറ്റേതെങ്കിലും പാർട്ടിക്കാർ പറഞ്ഞ് നമുക്ക് സ്വീകാര്യമാവുമായിരുന്നു. എന്തുകൊണ്ടാണ് അവരെ മാറ്റി നിർത്താത്തത് എന്തെന്ന് ചോദിക്കുന്നത് എന്തുകൊണ്ടാണ്? ഇപ്പോൾ ഭരിക്കുന്നത് CPM-ആണ്. CPM-ന്റെ നേതാക്കളാണ് ഇവർ 2 പേരും. CPM-മായി ബന്ധമുള്ളവരാണ്. അവരെ പാർട്ടിയിൽ നിന്ന് മാറ്റി നിർത്തിയാൽ മാത്രമേ ഈ ഭരണത്തിന്റെ തണൽ ഈ പ്രതികൾക്കില്ല എന്ന് ജനത്തിന് ബോധ്യപ്പെടൂ. അതുകൊണ്ടാണ് ഈ ചോദിക്കുന്നത്. ഭരണത്തിന്റെ തണൽ ഈ പ്രതികൾക്കില്ല എന്നുള്ളത് ജനത്തിന് നല്ല ബോധ്യമുണ്ട്. അവരിപ്പോൾ ഈ കേസുമായി ബന്ധപ്പെട്ട് അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ട് അറസ്റ്റ് ചെയ്യപ്പെടുകയും FIR-ൽ പേര് വരികയും അവർക്ക് ജാമ്യം പോലും ഇല്ലാതെ അവർ ജയിലിൽ കഴിയുകയാണ്. അപ്പോൾ അവർ സംഘടനാ രംഗത്ത് ഇപ്പം ഇല്ല. പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം അവരെ ആ പ്രാഥമിക അംഗത്തിൽ നിന്നും ഘടകത്തിൽ നിന്നും അവർക്ക് പാർട്ടിയുമായിട്ടുള്ള ബഹുജന സംഘടനാ ബന്ധങ്ങളിൽ നിന്നൊക്കെ പുറത്താക്കുന്ന കാര്യം കൃത്യമായി പറഞ്ഞല്ലോ. കുറ്റപത്രം സമർപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട് അവരുടെ മേലിൽ ആരോപിക്കപ്പെടുന്ന കുറ്റം അന്വേഷണം പൂർത്തിയായിട്ടല്ലോ. ആ കുറ്റത്തിന്റെ സ്വഭാവം അന്വേഷണം സത്യസന്ധമായിട്ടാണ് നടക്കുന്നത് എന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയാണ് അവരെ പാർട്ടിയിൽ നിന്ന് മാറ്റി നിർത്തേണ്ടത്. അല്ലാതെ അവരെ ശിക്ഷിച്ച് പുറത്താക്കിയിട്ടത് കാര്യമല്ലേ. അന്വേഷണം നടത്തുന്നത് ആരാണ്? കോടതിയുടെ കീഴിലാണ് SIT പ്രവർത്തിക്കുന്നത്. കോടതിയുടെ മേൽനോട്ടത്തിലാണ് അന്വേഷണം നടക്കുന്നത്. ഇതിൽ സ്റ്റേറ്റിന്, ഗവൺമെന്റിന്, പിണറായി വിജയന്, ആഭ്യന്തര വകുപ്പിന് ഒരു ഇടപെടൽ സാധ്യതയില്ല എന്ന് നിങ്ങൾക്കും എനിക്കും എല്ലാം അറിയാം. അപ്പൊ അറിയാവുന്ന ഒരു കാര്യത്തെക്കുറിച്ച് നമ്മൾ എന്തിനാണ് അജ്ഞത സൃഷ്ടിക്കുന്നത്? അല്ല, ഇവർക്കെതിരായിട്ടുള്ള നടപടിയുടെ കാര്യത്തിൽ അന്വേഷണം സത്യസന്ധമാകുന്നത് കോടതിക്ക് കീഴിലാണ്. ഓക്കെ, എന്റെ ചോദ്യം, ഒരു കേസിൽ പ്രതികളാക്കപ്പെട്ട ആളുകളെ കുറിച്ച് ഇപ്പോഴും പാർട്ടിക്ക് വിശ്വാസമുള്ളത് കൊണ്ടാണോ? അവർ തെറ്റ് ചെയ്തിട്ടില്ല എന്ന വിശ്വാസമുള്ളത് കൊണ്ടാണോ ഇനി കുറ്റപത്രം വരട്ടെ, കണ്ടെത്തട്ടെ എന്ന് പറയുന്നത്? അല്ല, ഒരു കേസ് അന്വേഷണത്തിന്റെ ഭാഗമായിട്ട് അവർ FIR പേര് വന്നു, അവരെ അറസ്റ്റ് ചെയ്തു. അപ്പോൾ ദേവസ്വം ബോർഡിന്റെ തീരുമാനപ്രകാരമാണോ ഈ നടപടികൾ? ഈ പോറ്റി അവിടെ വന്നത്, പോറ്റിക്ക് ഇങ്ങനെ ഈ സ്വർണ്ണപ്പാളികൾ പുറത്തു കൊണ്ടുപോയിട്ട് അതിൻ്റെ മെയിൻ്റനൻസിൻ്റെ പേരിൽ ഇത്രയും സ്വർണ്ണം അപഹരിക്കാൻ കഴിഞ്ഞത്? ഈ കാര്യങ്ങളെല്ലാം അന്വേഷണത്തിലൂടെ പുറത്തു വരട്ടെ, പൂർത്തീകരിക്കട്ടെ. ആ പൂർത്തീകരിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഈ ആളുകൾക്കുള്ള പങ്കിൻ്റെ അടിസ്ഥാനത്തിൽ അവരുടെ പങ്കിനെ കുറിച്ച് അല്ലാതെ പാർട്ടിക്ക് ഒരു ബോധ്യവുമില്ല. അല്ല, പാർട്ടിയുടെ അന്വേഷണ ഏജൻസി അല്ലല്ലോ. അവർക്കെതിരായിട്ട് അങ്ങനെ പറയരുത്. പാർട്ടിക്ക് സ്വന്തമായ അന്വേഷണ സംവിധാനങ്ങളുണ്ട്. പാർട്ടി അന്വേഷിക്കാറുണ്ട് കുറ്റകൃത്യങ്ങളെ കുറിച്ച്, പാർട്ടിക്കകത്ത് കിടക്കുന്ന കുറ്റകൃത്യങ്ങൾ. ഈ കാര്യത്തെ സംബന്ധിച്ച് അവരിപ്പോൾ പോലീസിൻ്റെ കസ്റ്റഡിയിലാണ്. അന്വേഷണം നടത്തുന്ന സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിൻ്റെ കസ്റ്റഡി റിമാൻഡിലാണ് അവർ. കോടതിയെ ഏൽപ്പിച്ചിരിക്കുകയാണ്, കോടതി അവരെ റിമാൻഡിൽ വെച്ചിരിക്കുകയാണ്. ഈ അന്വേഷണം പൂർത്തീകരിക്കുന്നതുമായി ബന്ധപ്പെട്ട് കൃത്യമായി നടപടിയെടുക്കുമെന്നുള്ള കാര്യം പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറിയും പറഞ്ഞിട്ടുണ്ട്. പാർട്ടിയുടെ ഉയർന്ന ഘടകങ്ങളെ പ്രതിനിധീകരിച്ച് മാധ്യമങ്ങളെ കണ്ട എല്ലാ നേതാക്കന്മാരും വ്യക്തമാക്കിയിട്ടുണ്ട്. അതെ, കോടതിയെ കണ്ടെത്തട്ടെ. ഇനി രണ്ടാമത്തെ ചോദ്യം, ഈ വെള്ളാപ്പള്ളി നടേശൻ തെരഞ്ഞെടുപ്പിൽ അങ്ങനെ ഫലിച്ചിട്ടില്ല എന്നാൽ അതേക്കുറിച്ചുള്ള ചോദ്യത്തോട് പുച്ഛത്തോടെയാണ് ഗോവിന്ദ മാസ്റ്റർ എന്ന് പ്രതികരിച്ചത്. അപ്പോൾ വെള്ളാപ്പള്ളി ഒരു ഫാക്ടറിയേ അല്ല, വെള്ളാപ്പള്ളിയെ ഇനിയും ഞങ്ങൾ ചുമക്കും, അങ്ങനെയാണോ? വെള്ളാപ്പള്ളിയെ എന്ന് മാത്രമല്ല, ആര് മതവിദ്വേഷപരമായ പ്രസ്താവന ഇറക്കിയാലും അത് ന്യൂനപക്ഷങ്ങൾക്കെതിരായിട്ട്, പ്രത്യേകിച്ച് ഇന്ത്യൻ സാഹചര്യത്തിൽ വിദ്വേഷപരമായ പ്രസ്താവന ഇറക്കുന്ന, ഹിന്ദുത്വത്തിൻ്റെ അത്ര ഇസ്ലാമോഫോബിയൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് വരുന്ന ഒരു പ്രസ്താവനയും CPM അംഗീകരിക്കില്ല. CPM അക്കാര്യത്തിലൊക്കെ വ്യക്തമായ നിലപാട് സ്വീകരിച്ചിട്ടുണ്ട്. ആ നിലപാടിൻ്റെ അടിസ്ഥാനത്തിൽ അതും പരിശോധിക്കാം. 2025 വെള്ളാപ്പള്ളി നടേശൻ നടത്തിയിട്ടുള്ള വിദ്വേഷ പരാമർശങ്ങൾക്കെതിരെ CPM എന്താണ് പറഞ്ഞിട്ടുള്ളത്? ഒരു വാക്ക്.
CPM അത് അജിത്തിന് അറിയാത്തതാണോ, അജിംസിന് അറിയാത്തതാണോ? ഞാൻ ഉൾപ്പെടെയുള്ള ആളുകൾ ഇവിടെ വന്ന് ചർച്ച ചെയ്തിട്ടില്ലേ? ഞങ്ങളൊക്കെ സോഷ്യൽ മീഡിയയിൽ വളരെ ശക്തമായ രീതിയിൽ അദ്ദേഹത്തിൻ്റെ നിലമ്പൂർ പ്രസംഗം അത് എത്രത്തോളം വിദ്വേഷപൂർണ്ണമാണ്, തുടർന്ന് അദ്ദേഹം നടത്തിയുള്ള പ്രസ്താവനകൾ, ഇതിനെല്ലാം എതിരായിട്ട് ശക്തമായ നിലപാട് സ്വീകരിച്ചിട്ടുണ്ട് നമ്മൾ. CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് ഒരു സ്റ്റേറ്റ്മെന്റ് പുറത്തിറക്കിയിരുന്നു. അതിൽ വെള്ളാപ്പള്ളി നടേശന്റെ പേര് പോലും പരാമർശിച്ചിട്ടുണ്ടായിരുന്നില്ല. പേര് പരാമർശം എന്നുള്ളത് വേറെ പ്രശ്നം. CPM ഇക്കാര്യത്തിൽ പ്രഖ്യാപിത നിലപാടുണ്ട്. നമ്മുടെ ഇന്നത്തെ ഒരു തൊട്ടടുത്ത ദിവസം അദ്ദേഹത്തെ ആദരിക്കുന്ന ചടങ്ങിൽ അദ്ദേഹത്തെ ആദരിച്ചത് അദ്ദേഹം SNDP അത് ചരിത്രപരമായി കേരളത്തിലെ നവോത്ഥാന ചരിത്രവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു സംഘടനയാണ്. അതിൻ്റെ പ്രസിഡന്റ് എന്നുള്ള നിലക്ക്, സെക്രട്ടറി എന്ന നിലക്ക് അദ്ദേഹത്തിൻ്റെ ജന്മദിനവുമായി ബന്ധപ്പെട്ട് നൽകിയ ഒരു സ്വീകരണത്തിൽ മുഖ്യമന്ത്രി എന്ന നിലക്ക് സഖാവ് പിണറായി വിജയൻ പങ്കെടുക്കുക മാത്രമാണ് ചെയ്തത്. ഈ നവോത്ഥാന പാരമ്പര്യമുള്ള ഈ സംഘടനയെ ഈ വെള്ളാപ്പള്ളി നടേശൻ എന്താണ് ചെയ്യുന്നത്? ആ സംഘടനയെ മുൻനിർത്തി അദ്ദേഹം രാഷ്ട്രീയ പാർട്ടി രൂപീകരിച്ച് ആ NDA കൊണ്ടേ കിട്ടിയിരിക്കുകയാണ്. എന്നിട്ട് അതേ നവോത്ഥാന സംഘടനയുടെ നേതാവ് എന്ന നിലയിൽ അദ്ദേഹത്തെ ആദരിക്കുന്നു. അതിനർത്ഥം എന്താണ്? BDS ഒക്കെ ഉണ്ടാക്കി NDAയിൽ പോയി നന്നായി എന്ന് CPM അംഗീകാരം കൊടുക്കുകയാണ്. അല്ല, അത്തരം ലളിതോക്തികളിൽ നിന്ന് ഈ അജിംസിനെ പോലുള്ള ഒരാൾക്ക് കൈകാര്യം ചെയ്യാം. SNDP യോഗം അതിൻ്റെ ചരിത്രപരമായ പങ്ക്, അത് ഇന്ന് കേരളത്തിൽ ഏതൊക്കെ താല്പര്യങ്ങളുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നു, അതൊക്കെ വളരെ കോംപ്ലിക്കേറ്റഡ് വിഷയമാണ്. BDS ഉണ്ടാക്കിയിട്ടുണ്ട്. നമുക്കറിയാം, ഒരു ഭാഗത്തത് ഹിന്ദുത്വ അനുകൂലമായ നിലപാടെടുക്കുന്നുണ്ട്, മറുഭാഗത്തത് നമ്മുടെ നവോത്ഥാനത്തിൻ്റെ പാരമ്പര്യത്തെ പിന്തുണാൻ ശ്രമിക്കുന്നുണ്ട്. ഇതിൻ്റെയൊക്കെ തന്നെ സങ്കീർണതകൾക്കകത്ത് ലളിതമായ രീതിയിൽ ഉത്തരവും ലളിതമായ രീതിയിലുള്ള തള്ളിപ്പറയലും ലളിതമായ രീതിയിലുള്ള സ്വീകരിക്കലുമൊന്നും CPM പോലുള്ളൊരു പാർട്ടിക്ക് സാധ്യമല്ല. CPM അതിൻ്റെ സമഗ്രതയിൽ കണ്ട് നിലപാട് സ്വീകരിക്കും. ഒരു കാരണവശാലും വർഗീയ വിദ്വേഷ പ്രചരണം നടത്തുന്ന ഒരു വെള്ളാപ്പള്ളിയോടും ഒരു സമുദായ നേതാവിനോടും ഒരു വിട്ടുവീഴ്ചയും CPM ഒരു കാലത്തും ചെയ്യില്ല, ചെയ്തിട്ടുമില്ല.